കണ്ണൂരിൽ പുതിയ പ്രൊജക്ടുമായി ശ്രീരോഷ് ഡെവലപ്പേഴ്സ് മേലെച്ചുവ ധർമ്മസമാജം യുപി സ്കൂളിന് സമീപമാണ് ശ്രീരോഷ് ലെക്സർ നിർമ്മിക്കുന്നത്. 1.37 ഏക്കറിൽ 127 ആഡംബര അപ്പാർട്ട്മെന്റുകളാണ് ഒരുക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച് ഭൂമി പൂജ നടത്തി. ശ്രീരോഷ് ഡെവലപ്പേഴ്സിന്റെ 99ാമത്തെ പ്രൊജക്ടാണ് ശ്രീരോഷ് ലെക്സർ. 1 ഏക്കർ 37 സെന്റ് ഭൂമിയിലാണ് ശ്രീരോഷ് ലെക്സർ നിർമ്മിക്കുന്നത്. 2 ടവറുകളിലായി 127 ആഡംബര അപ്പാർട്ട്മെന്റുകളാണ് ഒരുക്കുക. 2-3 ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന വിവിധ റെസിഡൻസ് ടൈപ്പുകളാണ് നിർമ്മിക്കുന്നത്. 1100 ചതുരശ്ര അടി മുതൽ 1620 ചതുരശ്ര അടി വരെ സൂപ്പർ ബിൽഡപ്പ് ഏരിയകളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഫ്ളാറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് മാനേജിംഗ് ഫൗണ്ടർ ശ്രീധരൻ പയ്യനി പറഞ്ഞു. ശ്രീരോഷ് ലെക്സർ കണ്ണൂരിലെ തന്നെ 1ാമത്തെ ലാൻഡ്മാർക്കായി മാറാൻ പോവുകയാണെന്നും ശ്രീധരൻ പയ്യനി കൂട്ടിച്ചേർത്തു. 127 apartments coming up in this beautiful land of 1.37 acres. We have 2 and 3 bedroom apartments ranging from 1160 to 1620 square feet. അത്യാധുനിക സൗകര്യങ്ങളും മഴവെള്ള സംഭരണിയും സോളാർ പാനലുകളും ഉൾപ്പെടെ ശ്രീരോഷ് ലെക്സറിന്റെ സവിശേഷതകളാണെന്ന് മാനേജിംഗ് ഡയറക്ടർ AP റെജി പറഞ്ഞു. മൊത്തം 1.5 ഏക്കർ ലാൻഡാണുള്ളത്. അതിൽ 2 ടവറുകളായി 14G+14 ഫ്ലോർസ് ഉള്ള 127 2 and 3 BHK അപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. എസ്പെഷ്യലി സ്വിമ്മിംഗ് പൂള്, ജിംനേഷ്യം, റിക്രിയേഷൻ, ബാഡ്മിൻ്റൺ കോർട്ട്, ദെൻ ജോഗിംഗ് ട്രാക്ക്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദിസ് പ്രോജക്റ്റ്. പിന്നെ ഇപ്പോഴത്തെ ഈ സസ്റ്റൈനബിലിറ്റിക്ക് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സോളാർ എനർജി ഞങ്ങളിതിൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം നമുക്കത് ഒരു എക്കോ ഫ്രണ്ട്ലി സിസ്റ്റമാക്കി മാറ്റാൻ നമ്മൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ശ്രീരോഷ് ലെക്സർ ഒരുക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, റിക്രിയേഷൻ, ബാഡ്മിന്റൺ കോർട്ട്, ജോഗിംഗ് ട്രാക്ക്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ തുടങ്ങി മറ്റനവധി സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഭൂമി പൂജയിൽ ഷീജ ശ്രീധരൻ, ജയന്തി റെജി, PMK സിവിൽ കോൺട്രാക്ടർ അരുൺജിത്ത് ഇട്ടുവീട്ടിൽ, മലബാർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ അനിൽ PP, പ്ലംബിംഗ് കോൺട്രാക്ടർ PV സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.